ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. വേറിട്ട ചിന്തയുടെ കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ വന്നതിൽ നല്ല ലക്ഷ്യത്തോടു കൂടി ഇട്ട കമൻറ്റുകളിൽ ശ്രദ്ധേയമായ കമൻറ്റുകൾക്ക് മറുപടി തരിക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. കാരണം കമൻറ്റുകൾക്ക് എല്ലാം മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലരുടെയൊക്കെ ഉപദേശത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവരുടെ വേദനയിൽ നിന്നും സങ്കടത്തിൽ നിന്നും അവർ പ്രതിഫലിപ്പിച്ച ചില ആശയങ്ങൾ, അതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ട കമൻറ്റുകൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. കാരണം നമുക്കറിയാം, എത്യോപ്യ രാജ്ഞിയുടെ ഷണനായിരുന്ന ആ ഒരു വ്യക്തി താൻ വചനം വായിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പീലിപ്പോസ് തന്നോട് ചേർന്ന് ചെന്നിട്ട് ചോദ്യം ചോദിച്ചു. നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി പറഞ്ഞു, ഒരുവൻ പൊരുൾ പറഞ്ഞു തരുവാൻ ഇല്ല, ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ നോക്കുക, ഒരു കൊട്ടാരത്തിലെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളൊന്നുമല്ല. നല്ല വിദ്യാഭ്യാസം ആ സമൂഹത്തിൽ നല്ലൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ തന്നെ ആയിരിക്കണം. പക്ഷേ വചനമെന്ന് പറയുന്നത് അത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല, അത് കേട്ടാലും എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ മനസ്സിലാകാതെ വരുന്നവരാണ് ഈ പല വിദ്വേഷ വാക്കുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞ് തല തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ തല കുത്തി നിൽക്കുമായിരുന്നു, കുട്ടികളായിരുന്ന കാലത്ത്. അപ്പോൾ നമ്മൾ തല കുത്തിയിട്ട് നോക്കുമ്പോൾ നേരെ നിൽക്കുന്ന ആളുകളെല്ലാം തല തിരിഞ്ഞെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവമായിട്ട് പറയുന്നത്, ചെറുപ്പകാലത്ത് ഇങ്ങനെ തല കുത്തി നിന്നിട്ട് നോക്കുമ്പോൾ അവരെല്ലാം തല കുത്തി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ബാല്യകാലത്തൊരു കളിയാണല്ലോ എന്നതുപോലെ തന്നെ ഇപ്പോൾ ദൈവവചന സ്പഷ്ടമായ തെളിവുകളോടുകൂടി സംസാരിക്കുമ്പോൾ തലതിരിഞ്ഞു പോയെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വരുന്നത്, ഈ നോക്കുന്നയാളുടെ അവസ്ഥ എന്താണ്. ഏതായാലും നമ്മളെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. വേറിട്ട ചിന്ത പൊളിഞ്ഞു എന്ന് പറയുന്ന ഒരു സഹോദരനെ ആശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തെ ഞാനോട് പങ്കുചേരുകയാണ്. കാരണം വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ വണ്ണസ്സുകാരുടെ ചില ഉപദേശങ്ങൾ അബദ്ധമാണെന്ന് തെളിയിക്കുന്ന ചില ആശയങ്ങളും വചനങ്ങളും ഇട്ടു. പക്ഷേ എൻ്റെ ഒരൊറ്റ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ കഴിഞ്ഞ ദിവസം എനിക്കൊരു ലിങ്ക് ഇട്ട് തന്നിരിക്കുന്നു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവർ തമ്മിൽ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സൂം മീറ്റിംഗ് നടത്തിയിട്ട് അവർ തന്നെ പരസ്പരം ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയുക. എന്നിട്ട് എൻ്റെ തലയാണ് ഫോട്ടോ ആയിട്ടിരിക്കുന്നത്. കൊള്ളാം. ഞാൻ അനേകം 30-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൊരൊറ്റ ചോദ്യത്തിന് മറുപടിയില്ല. എന്നിട്ട് അവർ തമ്മിൽ അറിയാവുന്ന ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അവർ മറുപടി പറഞ്ഞ് സന്തോഷിക്കുന്നു. അവരുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, തിരുവചനത്തിൽ പറയുന്നത് അന്ത്യകാലമാകുമ്പോൾ പലവിധ ഉപദേശങ്ങൾ ഇറങ്ങും. മനസ്സിലാക്കുക, ദുരുപദേശങ്ങൾ ഇറങ്ങും. ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ അനർത്ഥ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ പെന്തക്കോസ്ത് സഭകൾ വന്നിട്ട് 100 വർഷം അധികമായി. അക്കാലങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാം വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തിന് എതിരായി പുതിയ ഒരു നൂതന പഠനം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യകാലത്ത് വ്യാജോപദേശങ്ങൾ ഇറങ്ങുമെന്നല്ല പറഞ്ഞത്, അന്ത്യകാലത്ത് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇവിടെ പേര് കേട്ട ചില ഉപദേശിമാരുണ്ടായിരുന്നു. അതിലൊന്നൊക്കെയാണ് ആശാരി ഉപദേശി, ഒരു കൊല്ലൻ ഉപദേശി, പിന്നെ ഒരു കുഞ്ഞപ്പൻ ഉപദേശി. ഇവരൊക്കെ കേരളക്കരയിൽ പേര് കേട്ട അപ്പോസ്തലന്മാരായിരുന്നു. ഇവരുടെയൊക്കെ ശുശ്രൂഷകളിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ട്, എൻ്റെ ബാല്യകാലത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അവർക്ക് എഴുന്നേറ്റ് വചനം പറയുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭ്രാന്തിൽ ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരുന്നതിനെ വചന ശുശ്രൂഷയുടെ ഇടയിൽ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റിയിട്ട് അവർ സുബോധത്തോടെ ജീവിച്ച് മരിച്ച സംഭവം ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഉദിച്ചു വന്ന ഈ ഉപദേശങ്ങളുണ്ടല്ലോ, യേശു ദൈവമല്ല, ദൈവത്തെക്കാൾ അല്പം താഴെയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പിന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മണവാട്ടിയല്ല, മണവാട്ടി വേറെയാണ്, ഈ ഉപദേശങ്ങളൊന്നും എന്തുകൊണ്ട് അവരിൽ ആർക്കും ഒരു വെളിപ്പാടായി പരിശുദ്ധാത്മാവ് കൊടുത്തില്ല? അവരെ ദൈവത്തിന് വേണ്ടായിരുന്നോ? അക്കാലങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന അഭിഷിക്തന്മാരെ ദൈവത്തിന് വേണ്ടായിരുന്നോ? എന്തുകൊണ്ട് അവർക്ക് ഈ മർമ്മം മറച്ചു വെച്ചു? ദൈവം എന്തുകൊണ്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല? മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയെ ആത്മാവിൽ വിവേചിച്ച് അവൻ്റെ സകല ത്രികാല സംഭവങ്ങളെ വിവരിച്ച് പറയുമ്പോൾ അന്തം വിട്ട് കേട്ടിരുന്ന ആളുകൾ പ്രവചനാത്മാവിലും വെളിപ്പാടിനാലും അവരോട് പറയുമ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീരോട് അലമുറയിട്ട് വിളിച്ച് കൂകിക്കൊണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ വ്യക്തികളുണ്ടായിരുന്നു. അവരൊക്കെ മാനസാന്തരപ്പെട്ട്
ആ അഭിഷക്തന്മാർക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന മർമ്മം വെളിപ്പെടുത്തി കൊടുത്തില്ല? എന്നാൽ വേറിട്ട ചിന്തയിൽ പറയുന്നത്, ഇവിടെ പെന്തക്കോസ്തിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കേരളത്തിൽ വന്ന കാലത്ത് ദൈവദാസന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ വെളിപ്പാടിൽ അവർ വിശ്വസിച്ച വിശ്വാസ പ്രമാണമുണ്ട്. അതിനൊന്നും എടുത്തു പറയുക അത്ര ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ അത് ഉപദേശമല്ല. ആദ്യം മനസ്സിലാക്കുക, അടിസ്ഥാന ഉപദേശവും ചില കാര്യങ്ങളിലുള്ള മനസ്സിലാക്കലും നമ്മളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സഭ എപ്പോൾ എടുക്കപ്പെടുമെന്നുള്ളതൊരു ഉപദേശത്തിൽപ്പെട്ടതല്ല. എന്നാൽ ഒരുപക്ഷെങ്കിൽ മഹോദരവത്തിന് മുൻപായിരിക്കാം, മഹോദരവത്തിൻ്റെ മധ്യത്തിലായിരിക്കാം, മഹോദരവം കഴിഞ്ഞായിരിക്കാം. അതൊരു ഉപദേശത്തിൽപ്പെട്ടതല്ല, അതൊരു വെറും ഒരു പഠിപ്പിക്കൽ മാത്രമാണ്. എന്നാൽ ഉപദേശം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധിയിലും വേർപാടിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ അവൻ വീണ്ടും ചേർക്കുവാൻ വരുമെന്നുള്ളതാണ് ഉപദേശം. അതെപ്പോൾ വരുമെന്നുള്ളത് ഉപദേശത്തിൽപ്പെട്ടതല്ല, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ കാലങ്ങളിൽ, അതായത് ഇന്നേക്കൊരു 80-90 വർഷങ്ങൾക്ക് മുൻപൊക്കെ കേരളക്കരയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാർ, അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ വചനത്തിൻ്റെ വെളിപ്പാട് അഗാധമായിരുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ഉപദേശം പരിശുദ്ധാത്മാവ് അന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല? നിങ്ങൾ മണവാട്ടിയല്ല കേട്ടോ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. യേശുവേ മണാളനെ പ്രത്യാശയൻ പ്രതീപമേ. നവ യെരൂശലേം താൻ വാസമോർക്കുമ്പോൾ ഈ പാട്ടെല്ലാം എഴുതിയപ്പോൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അവർക്കൊരു ചെറിയൊരു സൂചന പോലും കൊടുത്തില്ല? വെറുതെ എഴുതല്ലേ ആ പാട്ട്? നിങ്ങളല്ല കാന്തനെ കാണാൻ പോകുന്നത്. ന്യായമായി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവർക്ക് അവരോടൊരു യാതൊരു സ്നേഹവും കരുണയില്ലായിരുന്നോ? അവരിൽ പ്രവർത്തിച്ച ആത്മാവ് എന്തുകൊണ്ട് അവർക്കൊരു സൂചന കൊടുത്തില്ല? പക്ഷെ ആദ്യകാലത്തോ വ്യാജോപദേശം ഇറങ്ങുന്നല്ല, അന്ത്യകാലത്ത്. പിന്നെ പറയുന്നു, ഈ സുവിശേഷം പറഞ്ഞാൽ ഭയങ്കര പണം കിട്ടുമെന്ന്. ആ പണം കൊടുക്കുന്ന സ്ഥലം ഒന്ന് ആ കമൻ്റ് ഇട്ട വ്യക്തി ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ പോയി ഒന്ന് മേടിക്കാമായിരുന്നു. കുറച്ചൊക്കെ നിങ്ങൾക്കും കൂടി തരാം. എനിക്കത് മനസ്സിലായില്ല, ഈ ഉപദേശം പറഞ്ഞാൽ എവിടുന്ന് പണം കിട്ടുന്നതെന്ന്. അപ്പോൾ അത് എനിക്കറിയില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, അത് എവിടുന്ന് പണം കിട്ടുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ആ കമൻറ്റിലേക്ക് ഒന്ന് കിടക്കാം. ഞാനൊരു കമൻറ്റ് വായിച്ച് കേൾപ്പിക്കാം. എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു, എന്താണ് ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇത് പറയാനുള്ള കാരണം മണവാട്ടി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി, വേറെ വിശദീകരിക്കൊന്നും വേണ്ട. അതായത്, തലയാകുന്ന ക്രിസ്തുവും ശരീരമാകുന്ന സഭയും ഒരുമിച്ച് ചേരുമ്പോൾ അവർ ഒരു ദേഹമായി മാറുന്നു. ഇതൊരു വലിയ മർമ്മമാണെന്ന് പറയുന്നത്. ആ മർമ്മം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഹവ്വയും ആദാമും ഒരുമിച്ച് ചേർന്ന് അവർ ഒരു ദേഹമായി തീർന്നു. ആ ഒരു ദേഹമായി തീർന്നപ്പോൾ അവരാണ് ഭാര്യയും ഭർത്താവായി മാറിയത്. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എൽദോസ് വർഗീസ് എന്ന് പറഞ്ഞ സഹോദര, അവരാണ് ഭാര്യ ഭർത്താവായി മാറിയത്. അതായത് തലയാകുന്ന പുരുഷനും ശരീരമാകുന്ന സ്ത്രീയും ചേർന്നപ്പോൾ അവർ ഭാര്യ ഭർത്താവായി മാറി. ഇവിടെ തലയാകുന്ന ക്രിസ്തുവും ശരീരമാകുന്ന സഭയും ചേർന്നപ്പോൾ ഒരു സ്നേഹമായി തീർന്നു. അവരാണ് മണവാളനും മണവാട്ടിയായി തീർന്നിരിക്കുന്നത്. വ്യക്തമായില്ലേ? ഇതിലും പരം വളരെ ലളിതമായി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റും? പിന്നെ ആ പ്രിയ സഹോദരൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം ന്യായമായൊരു സംശയമാണ്. ഞാൻ നിങ്ങളെ എന്ന് പറയുമ്പോൾ പൗലോസ് അതിനകത്ത് ഒഴിവുള്ളവനല്ലേ? ശരിയാണ്, ആ ഒരു പ്രസ്താവനയിൽ പൗലോസ് ഒഴിവുള്ളവൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ പദവി എന്തായിരിക്കണം? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. മത്തായി സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ പത്രോസ് ഇങ്ങനെ പറഞ്ഞത്, അതാ ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രത്തെ 12-നും ന്യായം വിധിക്കും. ഈ 12 എന്ന് പറയുന്ന കണക്ക് മനസ്സിലായല്ലോ, 12 അപ്പോസ്തലന്മാരാണ്. അപ്പോൾ ചോദിക്കും,
അതിനകത്ത് പൗലോസ് വരുമ്പോൾ 13 എന്ന് ചോദിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നല്ല വിശദമായൊരു വീഡിയോ മുന്നമേ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഈ വേറിട്ട ചിന്തകൾ എന്നുള്ള പരിപാടി ഈ ഇടയ്ക്ക് കയറി കൂടിയവർക്കാണ് ഇത്രത്തോളം സംശയം വരുന്നത്. എന്നാൽ ഇതിൻ്റെ ആരംഭം മുതൽ കേൾക്കുന്നവരുണ്ട്. അവർ വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയാൽ പോകുന്നത്. എന്തുകൊണ്ടാണ് പൗലോസും കൂടി വരുമ്പോൾ 13 ആകത്തില്ലേ അപ്പോസ്തലന്മാർ? ഇവിടെ 12 സിംഹാസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ മത്ഥിയാസിനെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് മറുപടി പറയണം. എന്തെന്ന് ചോദിച്ചാൽ 120 പേര് കൂടിയിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് പത്രോസ് 2 പേരെ മാറ്റി നിർത്തുന്നത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പറയുന്ന പോലെ മത്ഥിയാസ് അപ്പോസ്തലന്മാരിൽ ഒരുവനായി കാണപ്പെടുകയും അത് ദൈവത്താൽ സംഭവിച്ചതുമാണെങ്കിൽ ഈ 120 പേരിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കാൻ പത്രോസിന് ജ്ഞാന വെളിപ്പാട് ലഭിച്ചു. 118 പേരെ ഒഴിവാക്കിയിട്ടാണ് ഈ 2 പേരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ പത്രോസിന് ജ്ഞാനത്തിൻ്റെ വെളിപ്പാട് കിട്ടി. പക്ഷേ ഈ 2 പേരിൽ നിന്ന് ആരാണെന്ന് അറിയാനായിട്ട് വെളിപ്പാട് കൊടുത്തില്ല, കുറിയിട്ടെടുക്കുകയാണ് ചെയ്തത്. പത്രോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കും. അങ്ങേക്ക് 120 പേരിൽ നിന്ന് 2 പേരെ മാറ്റി നിർത്താൻ എവിടെ നിന്നാണ് നിയോഗം കിട്ടിയത്? ഇതാരാണ് വെളിപ്പെടുത്തി തന്നത്? ഇവർ 2 പേരാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ 2 പേരിൽ നിന്ന് ഒരാൾ ആരെന്ന് കണ്ടുപിടിക്കാൻ അങ്ങ് കുറിയിട്ടത് എന്തിനാ? വെളിപ്പാട് മാറിപ്പോയോ? അപ്പം തന്നെ മനസ്സിലായല്ലോ അതിനകത്തൊരു ദൈവികത ഇല്ലായിരുന്നുള്ള കാര്യം. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണത. പത്രോസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നമുക്കറിയാമല്ലോ. അതെനിക്കൊരു പ്രത്യേക തീക്ഷ്ണതയുള്ളൊരു മനോഭാവക്കാരനാണല്ലോ. പക്ഷേ അതിനുശേഷം ഈ യൂദയ്ക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട മത്ഥിയാസ് എന്താണ് കർത്താവിന് വേണ്ടി ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തായിട്ട് പറയുന്നില്ലോ. എന്നാൽ അത് പൗലോസിനെയാണ് ആ ഭാഗത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ന്യായമായ കാരണം പറയാം. കാരണം 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ എഴുതിയതിനേക്കാൾ കൂടുതൽ ലേഖനം പിന്നീട് കടന്നു വന്ന പൗലോസിനാൽ എഴുതിപ്പിച്ചു. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാടുകൾ പൗലോസ് അപ്പോസ്തലന് ലഭിച്ചു. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ആരും 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെടാതിരുന്നപ്പോൾ പൗലോസ് എടുക്കപ്പെട്ടു. എന്താ എൻ്റെ കാരണം എന്നറിയാമോ? ഈ അപ്പോസ്തലന്മാരെ കൊണ്ട് ഇത് ചെയ്തെങ്കിൽ അവർ പറയും ഞങ്ങൾ പഠിച്ചതാണ്, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്ന് പഠിച്ചതാണ്. യേശുവിൻ്റെ ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടെ നടന്ന് പഠിച്ച് ഞങ്ങൾ ഡിഗ്രി എടുത്തുകൊണ്ട് അത് ഞങ്ങളിത് എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഈ ഡിഗ്രിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് ഒറ്റപ്പണി ചെയ്ത് 3.5 വർഷം കൂടെ നടന്ന് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തതിനോട്ട് മാറിയിരിക്കുക. പുതിയതായിട്ടൊന്നും കൊണ്ട് അവൻ പ്രാപിച്ചിട്ട് എഴുതട്ടെ. ഒന്നുകൂടി പറയാം, പഠിച്ചവനൊക്കെ മാറി നിൽക്ക്, പ്രാപിച്ചവൻ പറയട്ടെ. പഠിച്ചവനൊക്കെ മാറി നിൽക്ക്, പ്രാപിച്ചവൻ പറയട്ടെ. ഇത് സായിപ്പിൻ്റെ പുസ്തകമൊന്നും വായിച്ചിട്ടല്ല സഹോദരങ്ങളെ. ഒരു സഹോദരൻ കമൻ്റ് എഴുതി സായിപ്പിൻ്റെ പുസ്തകം വായിക്കാതെ ദയവേത് ഞാൻ ഈ വേറിട്ട് ചിന്തയിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സായിപ്പിൻ്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ എനിക്ക് ഒരു കോപ്പി തരണേ. ഇതൊക്കെ വിശുദ്ധ ബൈബിൾ മാത്രം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന വെളിപ്പാടുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊത്തിരി എതിരാളികളുണ്ടാകും. കാരണം കർത്താവ് ഒരു വചനം വായിച്ചിട്ട് ഒരു സത്യം പറഞ്ഞപ്പോൾ ആലയത്തിൽ നിന്ന് ഉന്തി തള്ളി കടുന്തൂക്കായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നെ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വെളിവില്ലാത്തവനൊക്കെ എഴുന്നേറ്റ് പോടാ, വിവരമില്ലാത്തവനൊക്കെ എഴുന്നേറ്റ് പോടാന്ന് അത്രയല്ലേ പറയുന്നുള്ളൂ. യേശുവിനെ ചെയ്ത പോലെ ഒന്നും ചെയ്തില്ലല്ലോ. യേശു സത്യം പറഞ്ഞതാണ് വിഷയം ഉണ്ടായത്. വായിച്ച വചനത്തെക്കുറിച്ച് സത്യം പറഞ്ഞു, അതാ പ്രശ്നം ഉണ്ടായത്. അപ്പം ഞാൻ പറയുന്നു, ഈ മത്ഥിയാസിനെ അല്ല തിരഞ്ഞെടുത്തത്, പകരം പൗലോസിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ് എൻ്റെ ആത്മീയാർത്ഥം. കർത്താവിൻ്റെ ഓരോ പരിപാടികളിലും ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ എന്താ പറയാമല്ലോ, 12 പേര് ശിഷ്യന്മാർ കൂടെ നടന്നിട്ട് ഇന്നത്തേക്ക് നമ്മുടെ സഭയുടെ കമ്മിറ്റി ഇല്ലേ, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ ഖജാൻജി, പിന്നെ 2 കമ്മിറ്റി അംഗങ്ങൾ. ഈ കമ്മിറ്റിക്കകത്തുനിന്നുള്ളതിൽ ഖജാൻജി എന്ന് പറയുന്ന ഒറ്റ സ്ഥാനമേ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രസിഡന്റ് ഇല്ലായിരുന്നു, വൈസ് പ്രസിഡന്റ് ഇല്ലായിരുന്നു, സെക്രട്ടറി ഇല്ലായിരുന്നു, ജോയിൻറ്റ് സെക്രട്ടറി ഇല്ലായിരുന്നു, 2 സാധാരണ കമ്മിറ്റിക്കാരും ഇല്ലായിരുന്നു. പക്ഷെ ഖജാൻജി ഉണ്ടായിരുന്നു. ഈ സ്ഥാനം ശരിക്കും ആർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദിനം തോറും സാമ്പത്തികം കൈകാര്യം ചെയ്ത് പരിചയമുള്ളതിൽ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മത്തായിക്കല്ലേ ഉണ്ടായിരുന്നത്? ദിനം പ്രതി ടാക്സ് കളക്ട് ചെയ്ത് അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി സാമ്പത്തികം കൈകാര്യം ചെയ്ത് ശീലമുള്ള മത്തായിയെ ഏൽപ്പിക്കാതെ യൂദയെ ഏൽപ്പിച്ചു. അതിൻ്റെ കാരണം എന്നറിയാവോ?
ഞാനിതിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, പ്രാർത്ഥനയിൽ ചോദിച്ചു. എന്നോട് ദൈവം അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ, ഞാനുള്ള കാര്യം കൊണ്ട് പറയാം. ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് ചില ചിന്തകളും വചനങ്ങളും തരും. അല്ലാതെ ഞാൻ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് വരെ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ടല്ലോ. അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതൊക്കെ വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുക. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വചനം കെട്ടിപ്പിടിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ചില വചനങ്ങളും റെഫറൻസുകളും അല്ലെങ്കിൽ അതിൻ്റെ ചില ആശയങ്ങളും തരും. അത് സത്യം തന്നെയാണ്. അതാണ് ഇതിനകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചു, കർത്താവ് അതെന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും മത്തായിനെയായിരുന്നു അത് ഏൽപ്പിക്കുമായിരുന്നുള്ളൂ. മത്തായി ഏൽപ്പിക്കാതെ യൂദയെ ഏൽപ്പിച്ചത്. ഇതിൻ്റെ അവസാനം എന്താണെന്ന് ആരംഭത്തിൽ കണ്ടവനാണ് നമ്മുടെ കർത്താവ്. ഇത്രയുള്ള സംഭവം. മത്തായിയെ, എനിക്ക് നിന്നെ കൊണ്ട് നിൻ്റെ ഈ കരങ്ങൾ കൊണ്ടൊരു സുവിശേഷം എഴുതിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ പണസഞ്ചി നിൻ്റെ കൈ തന്നാൽ നിൻ്റെ കരം മലിനപ്പെട്ടു പോകും. പണസഞ്ചി നിൻ്റെ കയ്യിൽ തന്നാൽ നിൻ്റെ കരം മലിനപ്പെട്ടു പോകും. പണസഞ്ചി നിൻ്റെ കയ്യിൽ തന്നാൽ നിൻ്റെ കരം മലിനപ്പെട്ടു പോകും. അതുകൊണ്ടൊരു സുവിശേഷം നിൻ്റെ കൈ കൊണ്ട് എഴുതിപ്പിക്കാൻ പിന്നെ കൊള്ളില്ലാതെ മാറും. അങ്ങനെയല്ലേ? സഭകളിലൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു വർഷാവസാനം കണക്ക് നോക്കുമ്പോൾ കുറച്ച് കാണുന്നില്ല, അതിലേ പോയി ഇതിലേ പോയി. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിൻ്റെ കരം ബലപ്പെട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ മത്തായിയെ വേറൊന്നുമല്ല, മത്തായി ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് കാണും, അയ്യോ യൂദയ്ക്ക് എന്നാ സാമ്പത്തികം ചെലവഴിച്ച് ഉള്ള പരിചയമുള്ള, ഞാനായിരുന്നുവെങ്കിൽ നന്നായിട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ ആഗ്രഹം കൊള്ളാൻ മത്തായി, പക്ഷെ നിൻ്റെ ആ കരമുണ്ടല്ലോ, ആ കരങ്ങൾ കൊണ്ട് ഒരു സുവിശേഷം എഴുതണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് മലിനപ്പെട്ടു പോകാതിരിക്കാനാണ്. പക്ഷേ ഇത് ഏൽപ്പിക്കുന്നതിൻ്റെ അന്ത്യം എന്തായിരുന്നു എനിക്കറിയാം. യേശു പറയാം, ഈ പണസഞ്ചി ഏൽപ്പിക്കുന്നവൻ്റെ അന്ത്യം എന്താണെന്ന് ഞാൻ ആരംഭത്തിലേക്ക് കണ്ടതാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നേ. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന കർത്താവ് എല്ലാം യുക്തമായിട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ 3.5 വർഷം കൂടെ നടന്നവനെ കൊണ്ട് എഴുതിച്ചാൽ അവൻ പറയും. മനസ്സിലായോ? എന്ന് ചോദിച്ചാൽ യാക്കോബ് എഴുതിയില്ല എന്നല്ല, യോഹന്നാൻ എഴുതിയില്ല എന്നല്ല. ഏറ്റവും കാതലായ ഉപദേശങ്ങളും പ്രമാണങ്ങളും എഴുതിച്ചത് പൗലോസിനെ കൊണ്ടാണ്. ആ പൗലോസിനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കുമോ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല എന്ന്. അത് പറയാൻ കാരണം 3.5 വർഷം കൂടെ നടന്നവർക്കൊരു സീനിയോറിറ്റി പറയാനുണ്ടാകും. പക്ഷെ പറയുന്നു, അപ്പോസ്തലൻ വെളിപ്പാട് കണ്ടവൻ, 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടവൻ പറയുന്നു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ 3.5 വർഷം കൂടെ നടന്ന അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല എന്ന് പറഞ്ഞാൽ അവരുടെ പദവികൾ തുല്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ മത്യാസ് ഇതിലേ പോയി. അത് പറയാൻ കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, 12 ഗോപുരങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതിയിരിക്കുന്നു. 13 പേരുടെ അല്ല, 12 പേരുടെ. ആ കൂട്ടത്തിൽ മത്യാസിൻ്റെ പേരാണോ പൗലോസിൻ്റെ പേരാണോ? സ്വാഭാവികമായും നിങ്ങളത് ചിന്തിച്ചു നോക്ക്. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല എന്നും ജ്ഞാനാത്മാവിൽ വചനപ്രദം പ്രാപിച്ചവനും മാത്രമല്ല 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും ആയ പൗലോസിൻ്റെ പേര് അവിടെ ഒഴിവാക്കുമോ? എന്തു തോന്നുന്നു? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒഴിവാക്കുമോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ തലതിരിഞ്ഞവൻ എന്ന് പറയാം. കാരണം അറിയാമോ, ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത് ഒരു പക്ഷേങ്കിൽ 3-4 വർഷം ബൈബിൾ കോളേജിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ചീറ്റിപ്പോയല്ലോ എന്നുള്ള വിഷമം കൊണ്ടുകൊണ്ട് പറയുന്നതാണ് എഴുന്നേറ്റ് പോടാന്നൊക്കെ. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ആശ്വാസത്തിൽ പങ്കുചേരുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ കണ്ണിക്കാൻ ആർക്കഴിയും? അതാണ് എൻ്റെ ചോദ്യം. കമൻറ്റിലൂടെയല്ല. യേശുനാമക്കാരോട് ഞാൻ വചനത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചു, അവരെനിക്ക് മറുപടി തന്നു. സിനിമയുടെ ഡയലോഗ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. സംഭവം സിനിമയുടെ ഡയലോഗേ. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇന്ന് നടനെയൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനത് ഇടുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. ഞാനെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വചനത്തിന് ചോദ്യം ചോദിക്കുമ്പോൾ വചനത്തിൽ നിന്ന് മറുപടി പറയണമെന്നേ. സിനിമയിൽ നിന്നും അല്ല തരണ്ടേ. യേശുനാമക്കാർക്ക് മറുപടി കിട്ടിയത് സിനിമയ്ക്കാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടുത്തെ എല്ലാ പാസ്റ്റർമാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് വചനമല്ല, അവർക്ക് ഡയലോഗ് എടുക്കാൻ പറ്റിയ സാധനം അവർ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്നതിന് മറുപടി ഇന്ന സിനിമയ്ക്കകത്തൊന്ന് കൃത്യം എങ്ങനെ അറിയണേ, ഇന്ന ചോദ്യത്തിന് മറുപടി ഇന്ന പുസ്തകത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ഇന്ന ചോദ്യത്തെ പരിഹസിപ്പാനുള്ള ഡയലോഗ് ഇന്ന സിനിമയ്ക്കകത്ത് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഇടുന്നുണ്ട്, അടുത്തയിലിടുന്നുണ്ട്. എന്താ അറിയാമോ, വചനം പഠിക്കുന്നവർ അവരുടെ ദുരുപദേശത്തിൻ്റെ കുരുക്കിൽ പെട്ടുപോകരുത്.
അപ്പോൾ ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ 12 പേരുടെ പേരാണ് എവിടെ കാണുന്നത്? 12 ഗോപുരങ്ങളിൽ കാണുന്നത്. ആ കൂട്ടത്തിൽ മത്തിയാസിൻ്റെ പേരാണോ പൗലോസിൻ്റെ പേരാണോ? നിങ്ങൾ വളരെ ഗൗരവമായി മറുപടി കണ്ടെത്തുക. മത്തിയാസിൻ്റെ പേരാണ് ഉള്ളതെങ്കിൽ മത്തിയാസ് കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി ഇത്രത്തോളം ക്രിസ്തു സഹിച്ചതിൻ്റെ ബാക്കി തൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചവനായ പൗലോസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞെന്നോ? എങ്കിൽ പൗലോസ് അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് വന്നു. എങ്കിൽ മത്തായി 19 പറയുന്നു, നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ തൻ്റെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രിവിലേജും അല്ലെങ്കിൽ ഇന്ന് ദൈവവചനം ഘോഷിക്കുന്ന ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ പദവിയും ഈ 12 പേരുടെ പദവിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഉറപ്പായില്ലേ? ഇല്ല. എല്ലാ അപ്പോസ്തലന്മാർക്കും ഉള്ളതാണെങ്കിൽ 12 പോരാ. ഞാൻ ദുരുപദേശം പറയുന്നതെന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഉപദേശം നല്ല ഉപദേശമാണല്ലോ. അപ്പോൾ താങ്കൾ നല്ലൊരു അപ്പോസ്തലനല്ലേ? അപ്പോൾ താങ്കൾക്കും അവിടെ ഒരു സിംഹാസനം വേണ്ടേ? നിങ്ങളുടെ ഈ ഗേറ്റ് മിനിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ദൈവദാസന്മാർക്കും അവിടെ സിംഹാസനം വേണ്ടേ? അവരവളപ്പോൾ സത്യോപദേശം പഠിപ്പിക്കുന്ന അപ്പോസ്തലന്മാർ അവർക്ക് എന്ത് ചെയ്ത് കിട്ടാത്തെ? ഇത് അന്ന് പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വെളിപ്പാട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയെ ഞാൻ നിങ്ങളെ ഇസ്രായേൽ ജനത്തെ നോക്കിയല്ല പറഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസികളെ നോക്കി പറയുകയാണ്. ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിത്യം ചെയ്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ പൗലോസിന് കിട്ടിയതിനേക്കാൾ വലിയ വെളിപ്പാട് കൊണ്ടാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. ഗേറ്റ് മിനിസ്ട്രിയുടെ അപ്പോസ്തലന്മാർ വന്നിരിക്കുന്നത്. പൗലോസ് എന്ന പട്ടത്തിലൊക്കെ പറഞ്ഞു പൗലോസിന് വലിയ വെളിവൊന്നുമില്ലായിരുന്നു. പക്ഷേ പൗലോസെ അങ്ങേക്ക് അറിയാമോ, പുതിയ നിയമ വിശ്വാസികളൊന്നുമല്ല, ഇത് ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി പഴയ നിയമ വിശ്വാസികളാണ്. അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത് ജനം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. എന്നാൽ മണവാട്ടിയും മണവാളിനും ഭൂമിയിലാണ് ജീവിക്കുന്നതെന്നുള്ള വെളിപ്പാട് പൗലോസിന് കിട്ടിയില്ലത്രേ. പൗലോസ് പഠിപ്പിച്ചത് തെറ്റ്. ഇവർക്കാണ് കിട്ടിയത്. നിങ്ങൾക്കാണ് കിട്ടിയെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. നിങ്ങൾക്ക് സിംഹാസനം അവിടെ വേണ്ടേ? കർത്താവ് ഒരുക്കണ്ടേ? കാരണം നിങ്ങളല്ലേ അപ്പോസ്തലന്മാർ കൂടുതൽ വെളിപ്പെട്ടു വന്നേ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, 12 അപ്പോസ്തലന്മാരുടെ പ്രിവിലേജ് വേറെയാണ്, അവരുടെ പദവി വേറെയാണ്. അവർ സിംഹാസനത്തിൽ ന്യായം വിധിക്കുന്നുവെങ്കിൽ അവർ മണവാട്ടിയുടെ ലിസ്റ്റിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ലിസ്റ്റിലേക്ക് ദൈവവരെ മാറ്റി. അതുകൊണ്ട് തന്നെ പൗലോസ് ജ്ഞാനാത്മാവിൽ പറയുന്നു, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ഇന്നതെന്ന് അറിയുന്നു, എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. അത് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിൽ പോലും വെളിപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ടെന്നോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇട്ടേച്ച് പോടാ, ഇറങ്ങിപ്പോടാ, തല തിരിഞ്ഞവനെ, വേറില്ലാത്ത ചിന്തക്കാരാ എന്നൊക്കെ വിളിക്കും. കാരണം ഉണ്ടല്ലോ വചനം വളരെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ആ ഒരു ദൈവദാസനാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ സഹോദരൻ എന്നാണ് പറഞ്ഞത്, ദൈവദാസനെ അങ്ങ് വചനം പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നും വചനം വായിക്കുന്ന ഒരാളാണെന്നും ചിന്തിക്കുന്ന ഒരാളാണെന്നും സത്യാന്വേഷകനാണെന്നും ഈ കമൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങ് 2 വചനം ഭാഗം എടുത്തിട്ടുണ്ടാണ് അങ്ങയുടെ ചില ആശയങ്ങൾ ഇട്ടുകൊണ്ട് ചോദ്യം ചോദിച്ചത്. അതാണ് ശരിയായ ഒരു കമൻറ്റിൻ്റെ ഒരു ലക്ഷണം. നിങ്ങളുടെ വീതം ഒരു സംഭാവന ഇട്ടേച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുക. അതല്ലാതെ ചുമ്മാ ഈ വണ്ണസുകാർ കാണിക്കും പോലെ ചുമ്മാ ഡയലോഗ് കിട്ടും, സിനിമ ഡയലോഗ് കിട്ടും പോലെയല്ല ഇവിടെ ഈ എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വചനം പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ആരോഗ്യമുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ്. പൗലോസ് അങ്ങ് ചോദിച്ചിരിക്കുന്നതാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ പൗലോസിൻ്റെ സ്ഥാനം എന്താ? അപ്പനാണോന്നോ? അപ്പനെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളെ, ഇവരുടെ സ്ഥാനം മറ്റൊന്നാണ്. അത് 12 പേരെ. ഈ 12 എന്തോ കണക്കുണ്ട്, അത് ദൈവത്തോട് ചോദിക്കണം. 12 ഗോത്രങ്ങളാണ് ഉള്ളത്. ഗോത്രപിതാക്കന്മാർ 12, അപ്പോസ്തലന്മാർ 12. അപ്പോൾ അതിനെന്തൊരു കണക്കുണ്ട്. അവിടെ ആ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ പുത്തൻ യെരൂശലേമിനെ കുറിച്ചൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടല്ലോ 12 അപ്പോസ്തലന്മാരുടെ പേരും 12 ഗോത്രപിതാക്കന്മാരുടെ പേരുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പൗലോസിൻ്റെ പേരാണെങ്കിൽ വളരെ കറക്റ്റ് അത്രേ. പൗലോസ് ഈ പറയപ്പെടുന്ന മണവാട്ടി എന്നുള്ള പ്രിവിലേജ് അല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്ന് പറയത്തില്ല. വളരെ വ്യക്തമായല്ലോ, മറുപടിയായല്ലോ. ഇതും മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ഞാൻ കുറച്ച് നാൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ 40-47 പിള്ളേരുണ്ടായിരുന്നു.
പറഞ്ഞു വരുമ്പോഴേ കേട്ട് മനസ്സിലാക്കുന്ന കുറേ കുട്ടികളുണ്ട്. പിന്നെ വീട്ടിൽ പോയി നോട്ടൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കുറേ കുട്ടികളുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ട്യൂഷനും കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും മനസ്സിലായില്ലെങ്കിൽ ട്യൂഷൻ ഏർപ്പെടുത്ത് ഞാനങ്ങോട്ട് വരാം. അല്ലാതെ ഇപ്പം ഞാനെന്താ ചെയ്യുന്നത്? എനിക്കൊന്നും പറയാനില്ല. എല്ലാവരുടെയും മനസ്സിലാക്കാനുള്ള കഴിവുകൾ ഒരേപോലെയല്ല. പറയുന്നത് ഒന്നാണെങ്കിലും മനസ്സിലാക്കുന്ന രണ്ട് വിധത്തിലാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ വന്ന ജനങ്ങളും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലായില്ല. അവരിട്ടേച്ച് പോയി. ഇവനെന്തേ പറയുന്നത്? ഈ തല തിരിഞ്ഞവനൊക്കെ എന്താ പറയുന്നത്? ഈ വേരില്ലാത്ത ചിന്തക്കാരനെ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അവരിട്ടേച്ച് പോയി. പക്ഷെ പത്രോസ് വെളിപ്പാട് പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകത്തില്ല. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. പത്രോസ് പറഞ്ഞു ഞങ്ങൾ പോകത്തില്ല. കാരണം എന്താ? നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലല്ലയോ? ഒന്ന് ചിന്തിച്ചേ. ഈ കുറേ ആളുകൾ പോകാനുള്ള കാരണം യേശുവിൻ്റെ വായിൽ നിന്ന് വീണ വചന നിമിത്തമാണ്. ഏത് വചനം? എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവരുടെ ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞ വചന നിമിത്തം പോയത്. വായിൽ നിന്ന് വരുന്ന വചന നിമിത്തം ഞങ്ങൾ പോകത്തില്ല. അപ്പോൾ നോക്കിക്കേ, ഒറ്റയാൾ പറഞ്ഞ വചനത്തിൽ നിന്ന് രണ്ട് തരം ആളുകൾ. അതെൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കാണാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരട്ടെ എന്നൊക്കെ പറയുന്ന കമൻറ്റുകളും, എഴുന്നേറ്റ് പോടാ തല തിരിഞ്ഞവനെന്ന് പറയുന്ന കമൻറ്റുകളും ഉണ്ട്. ഇത് യേശു വന്നൊരു ചാനൽ തുടങ്ങുമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റ് യേശുവിനും വന്നേരും. യേശു എഴുന്നേറ്റ് പോകും തോന്നുന്നുണ്ടോ? പോകത്തില്ല. ലഗിയോൻ ബാധിച്ചവന് സുഖം വന്നപ്പോൾ ദുരാത്മാവെല്ലാം പന്നിയിൽ ചാടി ദേശം വിട്ട് ഞങ്ങളുടെ ഊര് വിട്ടു പോകാനാണ് പറഞ്ഞത്. എന്നോട് ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. അപ്പോൾ സത്യം പറയുന്നവർക്ക് ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് അതൊന്നും ചഞ്ചലപ്പെടാനുള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, അവർക്ക് മാത്രം ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കാനുള്ള അവകാശം കൊടുത്തു. നമ്മളും അതേ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? ഈ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒഴുക്കിയ അതേ രക്തം തന്നെയല്ലേ നമുക്ക് ഒഴുക്കിയത്. അവർക്ക് കൂടുതലൊന്നും ഒഴുക്കിയില്ലല്ലോ. അവർക്ക് വേണ്ടി മരിച്ച അതേ യേശു തന്നെയല്ലേ നമുക്കും വേണ്ടി മരിച്ചത്. അല്ലാതെ കൂടുതൽ യേശു ഒന്നും മരിച്ചില്ലല്ലോ. എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ട് അവർക്ക് മാത്രം ഈ സിംഹാസനം കൊടുത്തു? ഞാൻ ചോദിക്കും, നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചോദിക്കും, കർത്താവേ അങ്ങിന്നുണ്ടായിരുന്ന അങ്ങയുടെ കൂടെ ശിഷ്യനായിട്ട് ഞാൻ കൂടിയേനും, എനിക്കും വേണമൊരു സിംഹാസനം. ഞാനും അങ്ങയുടെ വേലയായിട്ട് പല സ്ഥലത്തോടെയൊക്കെ പോയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലൂടെ പല ഗ്രാമങ്ങളിലൂടെയും ഒക്കെ പോയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒത്തിരി അലഞ്ഞ് തിരിഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. ഞാനും ചോദിക്കും, എനിക്ക് എന്തോ ഒരു സിംഹാസനം വയ്ക്കാത്തതെന്ന്. പക്ഷെ മനസ്സിലാക്കുക, 12 പേർക്ക് വെച്ചിരിക്കുന്ന പ്രിവിലേജാണ്. ആ കൂട്ടത്തിൽ നമ്മളാകണമെന്ന്, നമ്മുടെ കൂട്ടത്തിൽ അവരാകണമെന്ന് എന്തിനു ക്ഷണിക്കുന്നു? ആ ദൈവത്തിൻ്റെ നിശ്ചയത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ആ ദൈവദാസൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ഇവിടെ മറുപടി വളരെ വ്യക്തമായി. ഇനി നമ്മുടെ എൽദോസ് വർഗീസ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. അത് എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനത്തിലാണ്. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. എന്നിട്ടിവിടെ ഈ പോലെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാവോ എന്ന് എന്നോട് ചോദിച്ചിരിക്കുക. അതിപ്പോൾ പോലെ എന്നുള്ള വാക്കിന് ഇതിന് മാത്രം തത്വമൊന്നും അതിനകത്ത് അടങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വലിയ തത്വമൊന്നും അതിനകത്ത് അടങ്ങിയിട്ടൊന്നുമില്ല. പോലെ എന്ന് പറഞ്ഞാൽ സമാനം എന്നോ അർത്ഥമുള്ളൂ. നമുക്ക് ആ വാക്യമൊന്നും വ്യക്തമായിട്ട് വായിക്കാമല്ലോ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. കർത്താവിന് എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു സഭയിലെ വിശ്വാസിയായിരിക്കുന്ന താങ്കൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളുടെ മണവാളനായ ക്രിസ്തുവിന് നിങ്ങൾ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു അതുപോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന്. ഈ വ്യാഖ്യാനം ശരിയാണോ എന്നുള്ളത് ഒട്ടുതാഴ്ത്ത വാക്യം വായിച്ചാൽ മനസ്സിലാക്കും. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്താ പറയുന്നത്? ക്രിസ്തു സഭയുടെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി എന്ന് പറഞ്ഞാൽ, ശരീരം എന്ന് പറഞ്ഞാൽ സഭ, ആ സഭയ്ക്ക് രക്ഷിതാവായിരിക്കുന്നത് പോലെ, ആ തൊട്ടുതാഴെ പറയുന്നുണ്ട് സഭ തന്നെയാണെന്ന്, സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ഇതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കേൾക്കാതെ കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഒരു കുടുംബത്തിലുള്ള ഭർത്താവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വേണം കാണാൻ, ഭർത്താവ് വേണം കേൾക്കാൻ, ഭർത്താവ് വേണം സംസാരിക്കാൻ, ഭർത്താവ് വേണം ചിന്തിക്കാൻ. ഇതുപോലെ തന്നെ സഭയുടെ നടത്തിപ്പിന് സഭയുടെ തലയാക്കുന്ന ക്രിസ്തു വേണം കണ്ടിട്ട് പറയാൻ. ക്രിസ്തു ചിന്തിക്കുക, ദൈവിക ആലോചന വേണം സഭയ്ക്ക്, കമ്മിറ്റിക്കാരല്ല വേണ്ടത്. നമ്മുടെ സഭയിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, സഭയിൽ ആവശ്യം വരുമ്പോൾ അതെന്താണെന്ന്
വഴി നടത്തുന്നവൻ, അത് നിർദ്ദേശം പറയുന്നവൻ അതരം ക്രിസ്തുവാകുന്ന തലയിൽ നിന്നായിരിക്കണം. ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം വേണം മുന്നോട്ട് പോകാൻ. ഇത് ഈ സഭയിൽ കമ്മിറ്റി ഭരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ പോയത്. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഭയുടെ മെമ്പറല്ലേ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ലേ. അപ്പോൾ നിങ്ങളുടെ വരുവാനുള്ള മണവാളൻ ക്രിസ്തു അല്ലേ. ആ ക്രിസ്തുവിനെ നിങ്ങൾ കീഴടങ്ങി ഇരിക്കുന്നത് പോലെ ഈ ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങൾ അങ്ങനെ കീഴടങ്ങിയിരിക്കണമെന്ന് എത്ര സ്പഷ്ടമാണ്. പിന്നെ എന്തിനകത്ത് വേറെ വ്യാഖ്യാനം കൊണ്ടുവരുന്നത്? അവിടെയും ഉറപ്പായി സഭ തന്നെയാണ് മണവാട്ടി എന്ന്. ഈ പുതിയ നിയമസഭ തന്നെയാണ്. അതായത് എഫീസർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ളവരോട് പറയുക, ഭാര്യമാരോട് പറയുക, നിങ്ങൾ സഭയുടെ ആളല്ലേ, പുതിയ നിയമ വിശ്വാസിയല്ലേ, നിങ്ങളൊരു മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ, ആ മണവാളൻ ക്രിസ്തുവല്ലേ, ആ ക്രിസ്തുവിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഈ ഭൗതിക ജീവിതത്തിലെ ഭർത്താക്കന്മാർക്കും കീഴടങ്ങിയിരിക്കണമെന്ന്. എന്നിട്ടും ഇത്രയും ലളിതമാക്കി പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്യൂഷൻ വയ്ക്കുക, അപ്പോൾ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് വേറിട്ട ചിന്തയിൽ വരുന്ന എല്ലാ ആശയങ്ങൾക്കും വചനത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട്. വചനത്തിൽ നിന്ന് ചോദിച്ചാൽ വചനത്തിന് മറുപടി തരും. പിന്നെ വണ്ണസുകാർ കാണിക്കും പോലെ സിനിമയിൽ നിന്ന് ഡയലോഗ് തരാൻ എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് എല്ലാ സിനിമാ നടന്മാരെയും തിരിച്ചറിയത്തില്ല. ഏതൊക്കെ സിനിമയിലാണ് ഏതൊക്കെ ഡയലോഗ് കിടക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതൊക്കെ ഭാഗം, ഇന്ന ഭാഗം ബൈബിളിൽ ഏത് അധ്യായത്തിലാണ് കിടക്കണമെന്ന് ചോദിക്കുക. അതൊരു പരിധി വരെ എല്ലാം അറിയാവുന്നുള്ള രീതിയിലല്ല, ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടാണെന്നും പറഞ്ഞുതരാം, അറിയത്തില്ലാത്ത കാര്യമാണെങ്കിൽ. പക്ഷേ ഇന്ന ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ കണ്ടിട്ടില്ല. അത് ആണെങ്കിൽ വന്നസുകാരോട് ചോദിക്കേണ്ടി വരും. ഇനി ഇതിനകത്ത് എനിക്ക് ഇന്നതുപോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു കമൻറ്റ് ഇടണം. ആ കമൻറ്റിന് എനിക്ക് ഏത് സിനിമയിലെ ഡയലോഗാണ് യോജിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അത് വന്നസുകാരോട് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് പുറകെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്, വചനം ഒരാളത്വത്തോടു കൂടിയാണെങ്കിൽ ജ്ഞാനവും ഒരാളത്വത്തോടു കൂടിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ജ്ഞാനം എന്നിങ്ങനെ 4 പേര് കാണണ്ടേ? നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനെയാണ് ചിന്തിക്കുന്നവർ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യപരമായ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. പരിഹസിച്ച് വരുന്നതിന് മറുപടി പരിഹാസമാണ്. തൽക്കാലം എനിക്ക് അതിനുള്ള അഭിഷേകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ന്യായമായി മനസ്സിലാക്കുക, സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വചനം പറയുമ്പോൾ, യഹോവ പണ്ട് വഴിയുടെ ആരംഭമായി എന്നെ സൃഷ്ടിച്ചു. ആരെ? ജ്ഞാനത്തെ സൃഷ്ടിച്ചു. ആ ജ്ഞാനത്തെ ഒരു സ്ത്രീയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 8:1 ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ജ്ഞാനത്തെ ഉളവാക്കി എന്ന് പറയുമ്പോൾ എന്നിട്ട് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പോൾ ഈ ജ്ഞാനം യേശുവാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ച ഒരാൾ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം ദൈവം ജ്ഞാനത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ആ ജ്ഞാനത്തെ ശില്പിയാക്കി വെച്ചു. എന്നിട്ട് ആ ജ്ഞാനത്തിൻ്റെ ശില്പിയുടെയാണ് കാര്യങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒരു വീട്ടിലൊരു പിതാവിന് ഇംഗ്ലീഷിലൊരു എഴുത്ത് വന്നു. തനിക്കത് വായിക്കാൻ അറിയത്തില്ല. തനിക്ക് കൂടെ ഇംഗ്ലീഷിൽ എഴുത്ത് വരാറുണ്ട്. തനിക്കത് വായിക്കാൻ അറിയത്തില്ല. താൻ മകനെ വിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചതിന് ശേഷം ആ മകൻ ഇത് വായിച്ച് അർത്ഥം അപ്പന് പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ എൻ്റെ ചോദ്യം, ഈ മകൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതോടം വരെ അപ്പന് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ല. ഈ വരുന്ന എഴുത്ത് എന്താണെന്നും അപ്പന് അറിയത്തും കൂടിയില്ല. എന്നതുപോലെ ദൈവം വഴിയുടെ ആരംഭമായി ജ്ഞാനത്തെ സൃഷ്ടിച്ചു. അത് ശില്പിയായി നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ സൃഷ്ടിക്കണം, അതങ്ങനെ സൃഷ്ടിക്കണം. ഈ ശില്പിയും കൂടി സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഈ ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് പിതാവായ ദൈവത്തിന് യാതൊരു ബോധവും ജ്ഞാനവും ഇല്ലായിരുന്നല്ലോ. ചോദ്യം മനസ്സിലായോ? ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് പിതാവാൻ ദൈവത്തിൻ്റെ ജ്ഞാനമില്ലായിരുന്നല്ലോ. ആ ജ്ഞാനം വന്നതുകൊണ്ടല്ല ശില്പിയായിട്ട് കൂടെ നിന്നത്. ഇല്ലെങ്കിൽ ഈ ശില്പി വരുന്നതിന് മുമ്പ് ഇത് സൃഷ്ടിക്കാനുള്ള ജ്ഞാനം ആർക്കില്ലായിരുന്നു? യഹോവയ്ക്കില്ലായിരുന്നു. ശരിയാണോ? ഇത് സമ്മതിക്കാമോ? ഇത് സമ്മതിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ മറുപടി സമ്മതിച്ചില്ല. ഇല്ല എങ്കിൽ അത് സമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആരംഭമൊന്നുമില്ല. ദൈവം ആദ്യം ഉണ്ടായി, അത് കണ്ട് ജ്ഞാനമുണ്ടായി. നമ്മൾക്ക് അങ്ങനെയാണല്ലോ.
മനൊരു കുട്ടി ജനിച്ചു, ഒന്നും അറിയത്തില്ല, ചിരിക്കാനും കരയാനും അല്ലാതെ ഒന്നും അറിയത്തില്ല. കുറേ നാളെ കഴിഞ്ഞപ്പോൾ അമ്മയെന്ന് പറയാൻ തുടങ്ങി, പിന്നെ പപ്പയെന്ന് വിളിക്കാൻ തുടങ്ങി, പിന്നെ ചേട്ടാ ചേച്ചിന്ന് വിളിക്കാൻ തുടങ്ങി, പിന്നെ പയ്യെ വർത്താനം പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അക്ഷരം പഠിച്ചു, 1ൽ പഠിച്ചു, 2ൽ പഠിച്ചു, പിന്നെ ഡിഗ്രി ആയി. അത് കഴിഞ്ഞിട്ട് PhD ആയി കഴിഞ്ഞപ്പോൾ ആൾ നല്ല തത്വചിന്തകനായി. ഇത് പഠിക്കുന്നതിന് മുമ്പ് എന്തുവായിരുന്നു? മലന്ന് കിടന്ന് ചിരിക്കാനും കരയാനും അറിയാം. ഇതുപോലെയായിരുന്നോ ദൈവം? ജ്ഞാനം വന്നതിന് ശേഷമാണോ ദൈവത്തിൻ്റെ ജ്ഞാനബോധം ഉണ്ടായത്? ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും. നമ്മളിത് കടന്ന് ചിന്തിക്കാത്തത് കൊണ്ടും വചനം പ്രാർത്ഥനയോടുകൂടി പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്. ഇതിന് ആരംഭമില്ല എങ്കിൽ ജ്ഞാനത്തിനും ആരംഭമില്ല. പിന്നെ ജ്ഞാനം സൃഷ്ടിച്ചെന്തിനാ? ഇനി ഈ പറയപ്പെടുന്ന ജ്ഞാനം യേശു ആണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ വചനം എന്ന് പറയുന്നതിന് വചനം ഒന്ന് വ്യക്തിത്വമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ വചനം ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവൻ എന്നാണ് പിന്നെ അടുത്ത വാക്കിൽ ഈ വചനത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം ചേർത്ത് വായിക്കുക. അവന് ദൈവവചനം എന്ന് പേർ. അപ്പോൾ ദൈവവചനം ഒരു വ്യക്തി എന്നത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വ്യക്തിയുടെ പേരാണ് ദൈവവചനം. മനസ്സിലായോ? വചനം ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. എന്നാൽ ആ വ്യക്തിയുടെ പേരാണ് വചനമെന്ന് പറയുമ്പോൾ ഒരു വിഷമവും ഇല്ല ഉൾക്കൊള്ളാൻ. വളരെ ക്ലിയറായില്ലേ? അവൻ്റെ പേരാണ് വചനം. അത് വെളിപ്പാട് പുസ്തകം 19-13 പറയുന്നു. അത് തന്നെ ദൈവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കൂ, 1 യോഹന്നാൻ 5:7. അവിടെ ഫാദർ, വേർഡ് ആൻഡ് ഹോളി ഗോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെയും വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വചനം എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരന്നേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, വചനം എന്നുള്ളത് യേശുവിൻ്റെ പേരാണെന്ന് 2 തെളിവുകളുണ്ട്. എന്നാൽ ജ്ഞാനം എന്നുള്ളൊരു പേര് യേശുവിനുണ്ടെന്നോ അല്ലെങ്കിൽ ജ്ഞാനം യേശുവാണെന്ന് തെളിയിക്കുന്ന ഒരു വാക്യമെങ്കിലും കൊണ്ടുതാ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിന് മൂല്യമുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾ അറിയുവാനായി കാണിച്ച സന്മനസ്സിനായി നന്ദിയുണ്ട്. അതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് കരുതുന്നു. ഇപ്പം നിങ്ങൾക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വണ്ണസ്സുകാരുടെ സിനിമയിൽ നിന്നുള്ള ഡയലോഗും എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചോദിച്ച ചോദ്യവും അതിന് ഇവർ കൊടുത്ത മറുപടിയും ഇതിലൊക്കെ ബൈബിളിൽ അത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ചിന്തയും അടുത്തത് വേറിട്ട ചിന്തയിൽ വരുന്നു. അതുവരെയും ദൈവം നമ്മൾ സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നല്ല കമൻ്റ് ഇട്ട ശ്രോതാക്കൾക്ക്, അതായത് എൽദോസ് വർഗീസ് എന്ന് പറയുന്നു, വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ വളരെ വില കൊടുത്ത് മാന്യത കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ചോദിക്കാം, ദൈവവചനത്തിൽ നമുക്ക് മറുപടി ഉണ്ടോ എന്ന് കണ്ടെത്താം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.